ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ ട്രംപ് പയറ്റുന്നത്. ആദ്യം മുതൽക്കേ തന്നെ ഇറാനെ പല വഴിക്കൂടെയും പ്രകോപിപ്പിക്കാൻ ശ്രമം നടത്തുകയും എന്നാൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. യുദ്ധം മറ്റൊരു തലത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ പോലും ശ്രമങ്ങൾ നടത്തിയ ട്രംപ് ആകട്ടെ പാകിസ്ഥാനിൽ വെച്ച് നടന്ന ചർച്ച പരാജയമായതോടുകൂടി തന്നെ വീണ്ടും വെറി പിടിച്ചതുപോലെ തന്നെ ഇറാന് മേൽ കൂടുതൽ സമ്മർദ്ദങ്ങൾ ചെലുത്താനും കൂടുതൽ കുതന്ത്രങ്ങൾ മെനയാനുമുള്ള ഒരു തത്രപ്പാടിലാണ് എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇവിടെ പങ്കുവയ്ക്കുന്നത്. കാരണം ചർച്ചകൾ ആരംഭിക്കാൻ 5 മണിക്കൂർ പോലും, അതായത് പാകിസ്ഥാനിൽ വെച്ച് നടന്ന ഇറാൻ US ചർച്ച അത് നടക്കാൻ അല്ലെങ്കിൽ ആരംഭിക്കാൻ 5 മണിക്കൂർ ഒരു കാലതാമസം അല്ലെങ്കിൽ ഒരു താമസം ഉണ്ടായെന്ന് ആരോപിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ അവിടെ ഭീഷണി മുഴക്കി ഇറാന് നേരെ കൊലവിളി നടത്തിക്കൊണ്ട് ട്രംപ് രംഗത്ത് വന്നിരുന്നു. നിങ്ങൾ വഴങ്ങിയില്ല എങ്കിൽ വീണ്ടും മറ്റൊരു യുദ്ധത്തിലേക്ക് കടക്കുമെന്ന ഭീഷണിയായിരുന്നു മുഴക്കിയത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന തരത്തിൽ ട്രംപ് ആകട്ടെ ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന തരത്തിൽ ഒരു നിലപാടാണ് ഇപ്പോൾ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ എത്രത്തോളം ഇത് വിശ്വസനീയമാകും എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇറാനുമായി വീണ്ടും ചർച്ചകൾ നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താല്പര്യം പ്രകടിപ്പിച്ചതായി തന്നെ ഇവിടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. എന്നാൽ പാകിസ്ഥാനിൽ വെച്ച് വീണ്ടും ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ അമേരിക്ക 2 പുതിയ നിബന്ധനകൾ കൂടി അവിടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുക, ചർച്ചകളിൽ പങ്കെടുക്കുക, ഇറാനിയൻ പ്രതിനിധി സംഘം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പിന്തുണയും തീരുമാനങ്ങൾ ഏറ്റെടുക്കാനുള്ള അധികാരവും ഉറപ്പാക്കുക എന്നിവയാണ് ഇപ്പോൾ US മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ ഒന്നാണ് എന്നതാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വം സൈനിക വിഭാഗവും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കരാറിലെത്തുന്നതിന് തടസ്സമാകും എന്ന ആശങ്കയാണ് ഇതിന് പിന്നിൽ എന്നതാണ് വിദഗ്ധരടക്കം അഭിപ്രായപ്പെടുന്നത്. അതേസമയം ഇസ്ലാമാബാദിൽ വെച്ച് നടക്കാനിരിക്കുന്ന അടുത്ത ഘട്ട ചർച്ചകളിലൂടെ തന്നെ ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങൾക്ക് അറുതി വരുത്തും എന്നതാണ് ഇരു രാജ്യങ്ങളും ഇപ്പോൾ ശ്രമിക്കുന്നതായി തന്നെ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ നിലവിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഇറാന്റെ സാമ്പത്തിക അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ ഒരു നയതന്ത്ര പരിഹാരം അത്യാവശ്യമാണ് എന്നതാണ് ഇറാനിയൻ ഭരണകൂടത്തിൽ നിന്നുള്ള അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഇറാനുമായുള്ള പുതിയ ഘട്ട ചർച്ച ദിവസത്തിനുള്ളിൽ തന്നെ പുനരാരംഭിക്കുമെന്നതാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ശരിയായ അനുയോജ്യരായ ആളുകൾ ഇവിടെ വൈറ്റ് ഹൗസിൽ ബന്ധപ്പെട്ടുവെന്നും ഒരു കരാർ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനകൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. എന്നാൽ പുതിയ ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാതെ തന്നെ തുറന്നു കൊടുക്കില്ല എന്നതാണ് ഇവിടെ ആവശ്യമായി തന്നെ അല്ലെങ്കിൽ വലിയ രീതിയിൽ ആ നിയന്ത്രണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നിയന്ത്രണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഇവിടെ ചില കാര്യങ്ങൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് രീതിയിൽ ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകളിൽ ഉടലെടുക്കുന്ന ധാരണകൾക്ക് ഇറാൻ ഭരണകൂടത്തിലെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും അംഗീകാരം വേണമെന്നതാണ് ഇപ്പോൾ അമേരിക്ക ആഗ്രഹിക്കുന്നതായി തന്നെ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.